മാങ്കൂട്ടത്തിലിന്റെ രാജിക്കാര്യത്തിൽ KPCC നേതൃത്വത്തിന്റെ കൂടിയാലോചന രാത്രിയോടെ പൂർത്തിയാകും. ഹൈക്കമാൻഡുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ വീണ്ടും ചർച്ച നടത്തി. രാജി വിഷയത്തിൽ രാഷ്ട്രീയകാര്യ സമിതി വിളിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. ഗുരുതരമായ പ്രശ്നമായതിനാൽ നേതൃത്വം ഏകപക്ഷീയമായി തീരുമാനമെടുക്കരുത് എന്നാണ് ആവശ്യം. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇതിൽ നേതാക്കൾക്ക് ഭിന്നാഭിപ്രായമുണ്ട് എന്നതാണോ നമുക്ക് ലഭിക്കുന്ന സൂചന? ചില നേതാക്കൾ മൗനം പാലിക്കുന്നുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ള അവർ എന്നത് നമുക്കറിയാവുന്നതാണ്. ഏതായാലും ഒരു ഏകാഭിപ്രായത്തിലേക്ക് വിഷയത്തിൽ എത്തിയിട്ട് രാജി എന്ന നിലപാടിലേക്ക് പാർട്ടി പോവുകയാണോ? അനുജ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചനകൾ തുടരുന്നത്. അനുജ സൂചിപ്പിച്ചതുപോലെ KPCC നേതൃത്വത്തിലെ ഷാഫി പറമ്പിലിനെ പോലുള്ള നേതാക്കന്മാർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാംഗത്വം രാജിവെക്കുന്നതിനോട് വിയോജിപ്പാണ്. എന്നാൽ മറ്റ് നേതാക്കന്മാരെല്ലാവരും രാജിവെച്ചേ മതിയാകൂ എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. MLA-മാരൊക്കെ തന്നെ അത് പരസ്യമായി വ്യക്തമാക്കിയതോടെ ഇനി അക്കാര്യത്തിൽ കാര്യമായ പ്രതിരോധം ചമച്ചിട്ട് കാര്യമില്ല എന്ന വിലയിരുത്തലാണ് നേതാക്കൾക്ക് പൊതുവേ ഉള്ളത്. എന്നാൽ കൂടിയാലോചനകൾക്ക് എപ്പോഴൊരു അറുതിയാകും, തീരുമാനം എപ്പോൾ വരും എന്ന കാര്യത്തിൽ ഒരു കൃത്യതയില്ല. ഇന്ന് രാത്രിയോടെ ചർച്ചകൾ പൂർത്തിയാക്കും എന്നാണ് KPCC നേതൃത്വം നൽകുന്ന സൂചന. ഇതിനിടെയാണ് രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം ശക്തമായി മുന്നോട്ട് വരുന്നത്. അടൂർ പ്രകാശിനെ പോലുള്ള UDF അടക്കമുള്ള നേതാക്കന്മാർ ഈ രാഷ്ട്രീയകാര്യ സമിതി വിളിക്കണമെന്ന ആവശ്യം ഉയർത്തിക്കഴിഞ്ഞു. ഇങ്ങനെ രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചു ചേർക്കണമെന്ന ആവശ്യം ശക്തമായ സാഹചര്യത്തിൽ ഒരുപക്ഷെ നാളെ ഓൺലൈനായി രാഷ്ട്രീയകാര്യ സമിതി വിളിക്കാനുള്ള സാധ്യതയുമാണ് ഇപ്പോൾ തെളിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിക്കാര്യത്തിലാണ് KPCC നേതൃത്വത്തിന്റെ കൂടിയാലോചന രാത്രിയോടെ പൂർത്തിയാകുമെന്ന സൂചന നമുക്ക് ലഭിക്കുന്നു. ഒരുപക്ഷേ രാഷ്ട്രീയകാര്യ സമിതി വിളിച്ചു ചേർക്കാനുള്ള സാധ്യതയുണ്ട്. ഓൺലൈനായി യോഗം ചേരുക എന്നുള്ളതാണ്. ഒരു ഏകാഭിപ്രായം ഈ വിഷയത്തിൽ രൂപീകരിക്കുക എന്നതിലേക്ക് KPCC നേതൃത്വം കടക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ശ്രീജിത്ത് നൽകിയ വിവരം.